ഒരു സന്തോഷമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല പ്രാവശ്യം ഞാൻ കുന്നുകുഴി വാർഡ് പൊങ്കാല വാർഡുകളിൽ ഉൾക്കൊള്ളിക്കാനായിട്ട് നമ്മുടെ മുൻ മേയറിൻ്റെ അടുത്ത് കയറി ഇറങ്ങിയത് ഒരു പേപ്പറുമായിട്ട്. പക്ഷെ അന്നൊന്നും കുന്നുകുഴി വാർഡ് പൊങ്കാല വാർഡുകളിൽ ഉൾപ്പെടുത്തിയില്ല. പക്ഷേ ഇപ്രാവശ്യം മേയറിനെ ചെന്ന് കണ്ടപ്പോൾ ഉടനെ തന്നെ മേയർ എന്ത് ചെയ്തു, അപ്പോൾ തന്നെ കൗൺസിലർ പൊങ്കാല വാർഡല്ലേ, അപ്പോഴത്തേനും ഒപ്പിട്ട് തന്നു. അടുത്ത ദിവസം എന്തെല്ലാമാണോ വാർഡുകൾക്കുള്ള ബെനിഫിറ്റ്സ് അതെല്ലാം തന്നെ നമുക്ക് കുന്നുകുഴി വാർഡിന് കിട്ടി. ഇപ്പോഴും ഇവിടെ കാണുന്ന ഈ വെളിച്ചമെല്ലാം അതിൻ്റെ ഒരു ഇത് തന്നെയാണ്. ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ തന്നെ ഒരു മഹോത്സവമാണ്. എല്ലാവരും, അതായത് കുഞ്ഞുങ്ങൾ മുതൽ വയോജനങ്ങൾ വരെ വളരെ സന്തോഷത്തോടു കൂടി എല്ലാ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമിച്ച് ചേരുന്ന ഒരു ഉത്സവം എന്ന് പറയുന്നത് ഓണം പോലെ തന്നെ ഈ പൊങ്കാലയാണ്. എല്ലാ വീടുകളിലും, ഇപ്പം അമ്പലത്തിലായാലും മോസ്കിലായാലും പള്ളികളിലായാലും എല്ലായിടത്തും ഇപ്പോൾ എല്ലാവരും സജീവമാണ്. നാളെ നമ്മുടെ അടുത്തേക്ക് വരുന്ന അതിഥികളെ എങ്ങനെ സൽക്കരിക്കണം എന്നുള്ളതിൻ്റെ അതിൻ്റെ ആലോചനകളും അതിൻ്റെ ഒരുക്കങ്ങളും ഒക്കെ എല്ലാവരും നെട്ടോട്ട് ഓടുകയെന്ന് തന്നെ പറയാം. കുന്നുകുഴിയെ സംബന്ധിച്ച് വളരെ നല്ല രീതിയിലാണ്. നമുക്ക് മറ്റു വർഷങ്ങളെക്കാളും ഒരു സന്തോഷമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല പ്രാവശ്യം ഞാൻ കുന്നുകുഴി വാർഡ് പൊങ്കാല വാർഡുകളിൽ ഉൾക്കൊള്ളിക്കാനായിട്ട് നമ്മുടെ മുൻ മേയറിൻ്റെ അടുത്ത് കയറി ഇറങ്ങിയത് ഒരു പേപ്പറുമായിട്ട്. പക്ഷെ അന്നൊന്നും കുന്നുകുഴി വാർഡ് പൊങ്കാല വാർഡുകളിൽ ഉൾപ്പെടുത്തിയില്ല. പക്ഷേ ഇപ്രാവശ്യം മേയറിനെ ചെന്ന് കണ്ടപ്പോൾ ഉടനെ തന്നെ മേയർ എന്ത് ചെയ്തു, അപ്പോൾ തന്നെ കൗൺസിലർ പൊങ്കാല വാർഡല്ലേ, അപ്പോഴത്തേനും ഒപ്പിട്ട് തന്നു. അടുത്ത ദിവസം എന്തെല്ലാമാണോ വാർഡുകൾക്കുള്ള ബെനിഫിറ്റ്സ് അതെല്ലാം തന്നെ നമുക്ക് കുന്നുകുഴി വാർഡിന് കിട്ടി. ഇപ്പോഴും ഇവിടെ കാണുന്ന ഈ വെളിച്ചമെല്ലാം അതിൻ്റെ ഒരു ഇത് തന്നെയാണ്. ഞാൻ ഇവിടെ അമ്പല കമ്മിറ്റിക്കാർ 2 എണ്ണമാണ് എന്നോട് ചോദിച്ചത്. പക്ഷെ വിളിച്ചുകൊണ്ട് വന്ന് തിരിച്ച് നമുക്ക് 9 പോസ്റ്റും 11 ലൈറ്റുമായിട്ട് ഇട്ട് കൊടുക്കാൻ സാധിച്ചു. അതൊക്കെ ഭയങ്കരമായിട്ട് നമുക്കൊരു മാറ്റം കുന്നുകുഴി വാർഡിനെ കൊണ്ട് വരുത്തുന്നതിന് ഈ വർഷം പൊങ്കാലയ്ക്ക് സാധിച്ചു. ഇതൊക്കെ നമുക്ക് പുതിയതായിട്ട് വന്നു തരുന്നതാണ്. ഈ പാളയം, ഈ ഏരിയ, ഗൗരീശപട്ടം, ഇപ്പോൾ എല്ലാ സ്ഥലത്തും നമ്മൾ ഓടി നടന്ന് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം ചെയ്യുന്നത്. ഇപ്പം ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല വാസ്തവത്തിൽ. അതെനിക്ക് തോന്നുന്നു ഞാൻ പറയുന്നതിനേക്കാളും കൗൺസിലർ എന്നുള്ള രീതിക്ക് ഞാൻ പറയുന്നതിനേക്കാളും ഇവിടെ നിന്നുള്ള നാട്ടുകാർ പറയുന്നതിന് അവരെ നിങ്ങൾ കേട്ട് കാണും എന്ന് വിചാരിക്കുന്നു. കാരണം ഞാൻ ഇപ്പോഴാണ് വന്നത്, അവരെന്താണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല, ഒന്നുമില്ല. എല്ലാ ടാങ്കറിലും അപ്പോഴപ്പോഴപ്പോഴും ടക്കനെ എത്തുന്നുണ്ട്. പറയുമ്പോൾ അതേ സ്പോട്ടിൽ വിളിച്ചു പറയുന്നു, ഇവരെന്നെ വിളിച്ചു പറയുന്നു, ഞാൻ ഉടനെ വിളിച്ചു, അപ്പം തന്നെ റെഡിയായിട്ട് വെള്ളമായാലും ഒരു കാരണത്തിനും നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെയാണ് കുന്നുകുഴി വാർഡിൽ നിലവിൽ കൂട്ടിച്ചേർത്ത ഭാഗങ്ങൾ ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ കൂട്ടിച്ചേർത്താണ്. കുന്നുകുഴി വാർഡിൽ നിന്ന് ഒന്നും വിട്ടുപോയിട്ടില്ല. ഡീലിമിറ്റേഷനിൽ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. പക്ഷെ എല്ലാ സ്ഥലത്തും എനിക്ക് എത്തിച്ചേരുന്നതിന് സാധിച്ചു. എല്ലാ സ്ഥലത്തും അതുപോലെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടത്തിക്കുന്നതിന് സാധിച്ചു. ഇപ്പോൾ ഞാൻ നമ്മുടെ മുളവന ഭാഗത്തും ലോ കോളേജ് ഭാഗത്തും ഒക്കെ പോയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്, ഹനുമാൻ കോവിലിൻ്റെ ഇവിടെ. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടന്നു വരുന്നു. ഇനി നാളെ ഒരു ദിവസം 2 മണി വരെ, അതായത് ഏതാനും മണിക്കൂറുകളേ ഉള്ളൂ, നമ്മളെല്ലാം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആ ദിനം വരുന്നതിന് ഒരു 5 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ, 5-6 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊങ്കാല ദിവസമായി. അപ്പോൾ ഇപ്പോഴേ തന്നെ എല്ലാം എവിടെ നോക്കിയാലും ഇങ്ങനെ ആൾക്കാർ, ഏറ്റവും കൂടുതൽ സ്ത്രീകളുടെയും ഒപ്പം തന്നെ പുരുഷന്മാരുടെ, ഇവിടെയൊക്കെ പുരുഷന്മാർ ഇരിക്കാന്നുള്ളത് കൊണ്ട് പുരുഷന്മാരുടെയൊക്കെ ഭയങ്കരമായിട്ടുള്ള ഇങ്ങനെ ആൾക്കാർ വരുന്ന കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. കുഞ്ഞുനാളിലെയൊക്കെ നമ്മൾ ഈ ഒരു ഉത്സവമൊക്കെ കാണാനും ആഘോഷങ്ങൾ കാണാനും ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നു. രാവിലെ ഉറക്കം എഴുന്നേറ്റോണ്ട് നമ്മുടെ മുൻവശത്ത് എന്തെങ്കിലും നടക്കും, രാവിലെ എഴുന്നേറ്റോണ്ട് നമ്മൾ കുഞ്ഞുനാളിലെ അതാണ് നോക്കുന്നത്. അതേ ഒരു കണ്ണോട് കൂടിയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കാരണം നാളെ രാവിലെ ഒരു പൊങ്കാല, അത്രയും ആ ഒരു കുഞ്ഞുനാളിലെ എങ്ങനെയാണോ ആ ഔത്സുക്യത്തോടെ നിന്നത് അതേ മൈൻഡോട് കൂടിയാണ് ഇന്ന് നിൽക്കുന്നത്. പിന്നെ ഈശ്വരൻ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് തന്നതുകൊണ്ട് കുന്നുകുഴി വാർഡിന് ദൈവം സഹായിച്ച് ഒരു കുഴപ്പവുമില്ലാതെ ഇതുവരയ്ക്ക് പോകുന്നുണ്ട്. ഇനിയും നാളെ കഴിയുന്നത് വരെ ഞങ്ങൾക്ക് എല്ലാ വിശ്വാസമുണ്ട്. 100% ദൈവം നമ്മോട് കൂടെ ആയിരിക്കുന്നു.